ആളുകൾ ഭയങ്കര ഹിറ്റായിരിക്കും. ചില ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്, ചില ആൾക്കാരുടെ പടം കാണാൻ നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷേ പലരും വിചാരം പടം മോശമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പടം സൂപ്പർ ഹിറ്റായിരിക്കും. ഞാൻ ആടുപോലെ കണ്ടതാണ്. എനിക്ക് പിന്നെ വിജയ് ബാബു സാറിന്റെ ഫിലിമാണ്. പിന്നെ വലിയ സ്റ്റാർ ഇന്ദ്രൻസ് കുറെ ആൾക്കാരുണ്ട്. പടം കിട്ടുന്നതായിരിക്കും. ഫാന്റസി ബോർഡിലാണ്. പടം ഭയങ്കര ഹിറ്റായിരിക്കും. വലിയ ഹിറ്റായി മാറ്റി. ഇങ്ങനത്തെ വലിയ വലിയ ഹിറ്റുകളുണ്ടെങ്കിൽ മലയാളം ഷോ പിടിച്ചേക്കുള്ളൂ. എനിക്കൊന്ന് ഇൻട്രസ്റ്റ് ഹിറ്റായി. ആരും കുഴപ്പമില്ല. ഇത് വേറെ ലെവലാണ്, വേറെ അതുക്ക് മേലെയാണ്. എന്തായാലും പടം ആട് 2 ആട് 1 തുടങ്ങിയിട്ട് ആട് 1 ഫ്ലോപ്പ് ആയിരുന്നു. ആട് 2 എങ്ങനെയായി എന്തായാലും ഒരു ഇൻട്രസ്റ്റ് ഹിറ്റായി മാറട്ടെ. എനിക്ക് സൈജു കുറിപ്പുണ്ടോ എല്ലാവരും ഇഷ്ടമാണ്. സർബത്ത് സമീറിന് എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും അടിപൊളിയാണ്. അങ്ങനെ പടം വലിയൊരു ഹിറ്റായി മാറട്ടെ. തകർക്കട്ടെ. ഇല്ല എന്നെ വിളിച്ചോണ്ട് ഇല്ല. നിഖിലോ ഡാൻസ് എന്നോട് പറഞ്ഞു. നിഖിലോണ്ടോ റൂമറായി നിഖിലോണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പറ്റില്ല. എന്തായാലും പടം ഭയങ്കര ഹിറ്റാവട്ടെ. ആട് 3 ആറട്ടെ. എന്റെ പൊന്നെ പൊളിയായിരിക്കും. കാരണം ഇത് ഒരു ലോജിക്കൊന്നും ഇല്ലാത്ത കോമഡി ആയിരിക്കും. ഫുൾ ടൈം കോമഡി ആയിരിക്കും. കാരണം തുടക്കം മുതൽ അവസാനം വരെ കോമഡി ആയിരിക്കും. ഇതെനിക്കൊന്നൊരു ഫാന്റസി മോഡൽ സിനിമ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പഴയ രാജാക്കന്മാർ, കോമാളികളായിട്ടുള്ള രാജാക്കന്മാരുടെ ആ ഒരു ഭരണമായിരിക്കാനാണ് സാധ്യത. ഫുൾ ടൈം കോമഡി ആയിരിക്കും. ത്രൂ ഔട്ട് കോമഡി സിനിമയാണ്. ഇതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കാനില്ല. ആട് ഫസ്റ്റ് നമുക്കറിയാം, സെക്കൻഡ് നമുക്കറിയാം, 3 നമുക്കറിയാം. ഇപ്പൊ 3 വന്നിട്ടുണ്ട്. ഇതൊരു ഫാന്റസി ലെവലിൽ വന്ന ഒരു മൂവി ആവാനാണ് സാധ്യത. കാരണം ഇത് പണ്ട് ഇവിടെ ഈ കൊച്ചിയൊക്കെ ഭരിച്ചിട്ടുള്ള കുറെ ഗുണ്ടകളൊക്കെ ഇല്ലേ, അതായത് അവരെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് പടം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. അപ്പോൾ പടം നല്ല ഹിറ്റാണെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ലുക്ക് പിടിച്ച് വന്നത്. നമ്മൾ അങ്ങനെ ഒത്തിരി നാൾ കൂടിയാണ് 2-3 പടം എതിരുള്ള പടം 1 വർഷം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പടത്തിന്റെ ഫാൻസ് ആയിട്ട് നമ്മൾ വന്നത്, അല്ല നമ്മൾ വരുന്നില്ലാതെ. വേറെ ലുക്ക്. പക്ഷേ അതിന്റെ കോസ്റ്റ്യൂം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ കോസ്റ്റ്യൂം ഇടാൻ വർക്കൗട്ട് ആവും. കോസ്റ്റ്യൂം വർക്കാവും, പടവും വർക്കൗട്ട് ആവും. നമുക്ക് ആ കോസ്റ്റ്യൂം കുറെ അന്വേഷിച്ച് നമ്മൾ കുട്ടനാട്ടിൽ നിന്ന് വരുവാ. അപ്പൊ നമുക്ക് ആ കോസ്റ്റ്യൂം ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് പഴയ ആട് 1 കോസ്റ്റ്യൂം വന്നത്. അറക്കിലാപ്പൂനെ കണ്ടില്ലേ? പടം തൂക്കും. പടം ഒരു സംശയമില്ല. തൂക്കും പടം. കിടിലം പടം.